പ്രൈസ് ദി ലോർഡ്. നമുക്ക് 2 ദിനവൃത്താന്തം 32 അധ്യായം 25 വാക്യം വായിക്കാം. എന്നാൽ ഹിസ്കീയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്ത വണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവൻ്റെ മൂലം യഹൂദയുടെ മേലും യെരൂശലേമിന്റെ മേലും കോപം ഉണ്ടായി. ദൈവമക്കളെ, നമ്മൾ ഇപ്പോൾ വായിച്ച വചനം ഹിസ്കീയ രാജാവ് മരിക്കത്തക്ക രോഗം പിടിച്ച് ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് പറയുകയാണ്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കിക്കൊള്ളുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് യെശയ്യാ പ്രവാചകൻ വന്ന് ഹിസ്കീയാവിനോട് പറയുകയാണ് എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അന്ന് ഹിസ്കീയാവ് ചുവരിൻ്റെ നേരെ മുഖം തിരിച്ച് യഹോവയോട് പ്രാർത്ഥിക്കുകയാണ്. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ജീവിത യാത്രയിൽ നമുക്കങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമോ? ദൈവത്തിൻ്റെ നേരെ തിരിഞ്ഞ് ദൈവത്തെ ഇവിടെ ഹിസ്കീയാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമേ, ഞാൻ വിശ്വസ്തയോടെ ഏകാഗ്രത ഹൃദയത്തോടെ കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തു. വിശ്വസ്തയോടെ ഏകാഗ്ര ഹൃദയത്തോടെ നടന്ന് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു എന്ന് നീ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായി. യെശയ്യാവിനോട് പറയുകയാണ്, നീ ചെന്ന് പറയുക, അവൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടി എന്ന് പറയുക എന്ന് പറഞ്ഞു. അങ്ങനെ യെശയ്യാവ് തിരിച്ചു ചെന്ന് ഹിസ്കീയാവിനോട് പറയുകയാണ്, ഹിസ്കീയാവിനോട് പറയുകയാണ്, നിന്റെ ആയുസ്സിൻ്റെ 15 സംവത്സരം കൂട്ടി. പക്ഷേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഹിസ്കീയാവിൽ നിന്ന് ഉണ്ടായില്ല. ദൈവം നമുക്ക് ഒരു ഉപകാരം ചെയ്തു കഴിയുമ്പോൾ നാം നിഗളിച്ചു പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ താണിരിക്കണമെന്ന് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്തം 32 അധ്യായം 25 വാക്യത്തിൽ അവിടെ പറയുകയാണ്, എന്നാൽ ഹിസ്കീയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. 15 സംവത്സരം തനിക്ക് ആയുസ് നീട്ടിക്കൊടുത്തു എന്നുള്ള ഒരു കാരണത്താൽ ദൈവം നമുക്ക് ഉപകാരം ചെയ്തു കഴിയുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ താണിരുന്ന് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കേണ്ടതിന് പകരം അവൻ നിഗളിച്ചു പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഉടൻ തന്നെ ഉത്തരമുള്ളെന്ന് ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തനിക്കുന്ന ഉപകാരത്തെ ഓർത്ത് അവൻ നിഗളിച്ചു പോവുകയാണ്. അത് ദൈവത്തിന് ഇഷ്ടമായില്ല. ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ മേലും യഹൂദരുടെ മേലും യെരൂശലേമിന്റെ മേലും കോപമുണ്ടായി. അവനങ്ങനെ നിഗളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ മാത്രമല്ല, യഹൂദയുടെ മേലും യെരൂശലേമിന്റെ മേലും കോപമുണ്ടായി. എങ്കിലും തൻ്റെ ഗർവത്തെക്കുറിച്ച് ഹിസ്കീയാവും യെരൂശലേം നിവാസികളും തങ്ങളിൽ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം ഹിസ്കീയാവിൻ്റെ കാലത്ത് അവിടെ മേൽ വന്നില്ല. അങ്ങനെ തന്നെ അവരെ തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഹിസ്കീയാവിൻ്റെ കാലഘട്ടത്ത് ദൈവത്തിൻ്റെ കോപം ഇസ്രായേൽ ജനത്തിനു മേൽ ചൊരിഞ്ഞില്ല എന്നാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അതിനുശേഷം മനശ്ശയുടെ ജീവിത വാഴ്ചയിലേക്ക് നമ്മൾ വരുമ്പോൾ ഹിസ്കീയാവിൻ്റെ മകനായ മനശ്ശ, അവൻ ഹിസ്കീയാവിന് ശേഷം ഇസ്രായേലിൻ്റെ രാജാവായത് 12 വയസ്സിലാണ്. അവൻ 12 വയസ്സിൽ അവൻ രാജാവായി കഴിയുമ്പോൾ അവൻ്റെ അപ്പനായ ഹിസ്കീയാവ് ഇടിച്ചു കളഞ്ഞ പൂജാഗിരികളെ അവൻ വീണ്ടും പണിയുകയാണ്. ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർക്കുകയാണ്. ആകാശത്തിലെ സർവ്വസൈന്യത്തെയും അവൻ നമസ്കരിക്കുകയാണ്. അവൻ മുഹൂർത്തം നോക്കുകയാണ്. ആഭിചാരം, ശുദ്ധപ്രയോഗം, വെളിച്ചപ്പാടത്തിമാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിക്കുകയാണ്.
യഹോവയ്ക്ക് അനിഷ്ടമായത് പലതും ചെയ്ത് അവനെ കോപിപ്പിക്കുകയാണ്. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുന്ന ഒരു മകനെയാണ് ഹിസ്കിയാവിൻ്റെ ഉണ്ടായത്. അങ്ങനെ കോപിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മോശെ മുഖാന്തരം ഇസ്രായേലോട് കൽപ്പിച്ച സകല ന്യായപ്രമാണത്തെയും ചട്ടങ്ങളെയും ന്യായങ്ങളെയും അനുസരിച്ച് നടപ്പാൻ അവൻ സൂക്ഷിക്കുമെങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നിശ്ചയിച്ച ദേശത്ത് നിന്ന് അവിടെ കാല് ഞാൻ ഇനി നീക്കി കളയില്ല എന്ന് ദൈവം ദാവീദിനോടും തൻ്റെ മകനായ ശലോമോനോടും ഉടമ്പടി ചെയ്തിരുന്നു. പക്ഷേ യഹോവ മനശ്ശെയോടും ഇസ്രായേലിന്റെ ജനത്തോട് സംസാരിച്ചിട്ടും അവർക്ക് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ മനസ്സില്ലായിരുന്നു. അങ്ങനെ അവർക്ക് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾപ്പാൻ മനസ്സില്ലായതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് നാം അവിടെ എല്ലാം കാണുകയാണ്. മനശ്ശെയെ ദൈവം ശിക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അശൂർ രാജാവിനെ അവന്റെ സന്നിധിയിലേക്ക് അവർ അടിമ വീടായി അവനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി, അടിമയാക്കുന്നതിന് വേണ്ടി ഹല്ലേലൂയ അശൂർ രാജാവിനെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് ഉപകാരങ്ങളെ ചെയ്യുമ്പോൾ കൂടുതൽ താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരിക്കണമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹിസ്കിയാവ് താഴ്മ കാണിക്കാതെ അവൻ നിഗളിച്ചു പോയതുകൊണ്ടാണ് അവന്റെ മകന്റെ ജീവിതത്തിലും ഈ വലിയ അബദ്ധങ്ങളെല്ലാം സംഭവിച്ചത്. മകൻ ദൈവത്തിൽ നിന്ന് അപ്പനടിച്ചു കളഞ്ഞ പൂജാഗിരികളെ മുഴുവനും പടന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തീഷ്ണയുള്ള ദൈവം, നമ്മുടെ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ്. സദൃശ്യവാക്യത്തിൽ 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നാശത്തിന് മുമ്പ് ഗർവം, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നതഭാവം. ജ്ഞാനിയായ ശലോമോൻ തൻ്റെ സദൃശ്യവാക്യം എഴുതിയപ്പോൾ താൻ പറയുകയാണ്, നാശത്തിന് മുമ്പ് ഗർവം, ഒരു നാശം സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് ഗർവമുണ്ടാകുകയാണ്, വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നതഭാവം. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഒരിക്കലും നമുക്ക് ഗർവമുണ്ടാവാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മൾ നിഗളിക്കുവാൻ പാടില്ല. അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് ശലോമോൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ ഇരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ എന്നാണ് ദൈവം നമ്മെ ഓർപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ മാത്രം ആരാധിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉളവാവണം. ദാവീദ് മഹാരാജാവ് ഹല്ലേലൂയ തന്നെ മറന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്ന ഒരു രാജാവിനെ നമ്മൾ കാണുകയാണ്. ദാവീദിൽ തന്റെ ഭാര്യയായ മീഖൽ മട്ടുപ്പാവിൽ നിന്ന് നോക്കി രാജാവിനെ പരിഹസിക്കുകയാണ്. താൻ ആരാണെന്ന് മറന്നു കളഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ മീഖൽ ശൗൽ രാജാവിന്റെ മകളായ മീഖൽ ദാവീദിനെ പരിഹസിക്കുകയാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ മറന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കണം. ദൈവം നമുക്ക് ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ താണിരുന്ന് ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മളെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുത്ത ദൈവം, ആൽഫയും ഒമേഗയുമായ ദൈവം, ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം, മരുഭൂമിയിൽ കാടപ്പക്ഷിയും മന്നായും കൊടുത്ത് നടത്തിയ ദൈവം, പകൽ മേഘസ്തംഭം രാത്രിയിൽ അഗ്നിസ്തംഭവുമായി നമ്മെ മരുഭൂമിയിലൂടെ നടത്തിയ ആ ദൈവത്തെ നമ്മൾ മറന്നു കളയരുത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് അടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരൂശലേമിന്റെ മേലും കോപമുണ്ടായി. ദൈവം നമുക്ക് തന്ന ഉപകാരത്തിനനുസരിച്ച്, ദൈവം നമ്മളെ തന്ന നന്മകൾക്കനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ താണിരിക്കണം. ഉപകാരങ്ങൾ കിട്ടുമ്പോൾ, ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ
താണിരിപ്പാൻ നാം കടപ്പെട്ടവരാണ്. അങ്ങനെ കടപ്പെട്ടുമ്പോൾ നിഗളിച്ചു പോയാൽ ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേലും ചൊരിയുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും ഹിസ്കിയാവിനെ പോലെ നിഗളിച്ചു പോകാതെ സൗമ്യതയുള്ളവരെ ഞാൻ എൻ്റെ വചനം പഠിപ്പിക്കുമെന്നാണ് ദൈവം നമ്മോട് സംസാരിച്ചത്. ദൈവമക്കളെ, സൗമ്യതയോടെ താഴ്മയോടെ ദൈവസന്നദ്ധിയിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിപ്പാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.